ഗായ്സ്, ഇന്ന് നമ്മൾ ബ്ലീച്ചിന്റെ രണ്ടാമത്തെ ആർക്കായ സ്നീക്ക് എൻട്രി ആർക്കിന്റെ 21, 22, 23 എന്നീ എപ്പിസോഡുകളുടെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ സോൾ സൊസൈറ്റിയിൽ ആരും അതിക്രമിച്ച് കയറിയതിന്റെ അറിയിപ്പ് കേട്ട് ഞെട്ടുന്ന റെഞ്ചി അവരായും ബാക്കി സോൾ റീപ്പേഴ്സിനെയും കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങൾ കാണിക്കുന്നു. ഇച്ചിഗോയും കൂട്ടരും സോൾ സൊസൈറ്റിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവരുടെ ചുറ്റുമുണ്ടായിരുന്ന ഭിത്തി പോലെ നിന്നവയെല്ലാം ഒരുമിച്ച് കൂടി അവരെ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ യൊറോയിച്ചി പൂച്ച അവരോടെല്ലാം രക്ഷപ്പെടാൻ പറയുന്നു. എന്നാൽ അതിനിടയിൽ ഇഷിതയുടെ ഡ്രസ്സിൽ അവ കയറി പിടിക്കുന്നു. ഇച്ചിഗോ രക്ഷിക്കാനായി തന്റെ സമ്പത്തും എടുത്തെങ്കിലും യൊറോയിച്ചി അവനെ തടയുന്നു. കാരണം അവനത് ഉപയോഗിച്ചാൽ അവ ഇച്ചിഗോയെയും പിടികൂടുമെന്ന് യൊറോയിച്ചി പറയുന്നു. അപ്പോഴേക്കും സാധു വന്ന് ഇഷിതയുടെ ഡ്രസ്സ് മുറിച്ചു മാറ്റി അവനെയും തോളിലെടുത്തുകൊണ്ട് രക്ഷപ്പെടുന്നു. എന്നാൽ ഇഷിതയ്ക്ക് പുറകിലായി എന്തോ ഒന്ന് അവരെ പിന്തുടരുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ പെട്ടെന്ന് അവരുടെ പുറകിൽ നിന്നും ഒരു വെളിച്ചത്തോടെ ഒരു വലിയ ജീവി അവരെ പിടിക്കാനായി വരുന്നു. ഇഷിത അതെന്താണെന്ന് ചോദിച്ചപ്പോൾ യൊറോയിച്ചി ആ ജീവിയാണ് ക്ലീനർ. എല്ലാ 7 ദിവസം കൂടുമ്പോഴും അതിവിടം ക്ലീൻ ചെയ്യാനായി വരും. നമ്മുടെ കഷ്ടകാലത്തിന് അവർ വന്നത് ഈ ദിവസം തന്നെയായിരുന്നു. അങ്ങനെ അവരെ അത് വളരെ വേഗം തന്നെ പിടികൂടാനായി ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഒരിക്കമേ വേറെ വഴിയില്ലാതെ അവളുടെ ഷീൽഡ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ട് നിലത്തേക്ക് വീഴുന്നു. ശേഷം ഉടനെ തന്നെ ഇഷിത അവന്റെ കീറിയ ഡ്രസ്സ് മാറ്റി പകരമായി കൊണ്ടുവന്ന പുതിയ ഡ്രസ്സ് എടുത്തിടുന്നു. എന്നാൽ ഇവൻ ഇതിനുവേണ്ടി തന്നെ എക്സ്ട്രാ ക്ലോത്ത്സ് ഒക്കെ കൊണ്ടുവന്നത് കണ്ട് അവർ ഞെട്ടുന്നു. അപ്പോഴേക്കും ഒരിക്കമേ അവളുടെ പവർ യൂസ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ യൊറോയിച്ചി അവളെ ശകാരിക്കുകയും അവളുടെ 6 ഫ്ലവേഴ്സായ ജീവി തൊട്ടിരുന്നെങ്കിൽ ഒരിക്കലും മരിക്കുമായിരുന്നുവെന്നും പറയുന്നു. എന്നാൽ ഇച്ചിഗോ അവളെ ന്യായീകരിക്കാൻ നോക്കിയെങ്കിലും യൊറോയിച്ചി അവർക്ക് ഇതുവരെ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ലെന്ന് പറയുന്നു. അങ്ങനെ ആ വഴക്കിനൊടുവിൽ അവർ ആദ്യമായി സോൾ സൊസൈറ്റി കാണുന്നു. അപ്പോൾ യൊറോയിച്ചി ഈ പ്ലേസിന്റെ പേരാണ് റൂക്കോൺ ഡിസ്ട്രിക്ട്. മരിച്ചുപോയ സോൾസ് ആദ്യം താമസിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളിടമെന്ന് യൊറോയിച്ചി പറയുന്നു. പക്ഷെ അവിടെ എങ്ങും ആരെയും കാണാത്തത് കണ്ട് ഇഷിത ആശ്ചര്യപ്പെടുന്നു. അപ്പോഴേക്കും ഇച്ചിഗോ തിരിഞ്ഞു നോക്കിയപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു പ്ലേസ് എതിർവശത്ത് കാണുന്നു. എന്നാൽ യൊറോയിച്ചി അത് എന്താണെന്ന് വിശദീകരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇച്ചിഗോ അത് സോൾ റീപ്പേഴ്സ് ഉള്ളതാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ഓടുന്നു. യൊറോയിച്ചി തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇച്ചിഗോ അതിനടുത്ത് എത്തിയതും അവിടെ മൊത്തം വളരെ ഉയരമുള്ള മതിലുകൾ കൊണ്ട് നിറയുന്നു. ഒപ്പം മറ്റൊരാൾ കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നു. കുറെ നാളെ ഒരാൾ ട്രാവൽ പെർമിറ്റ് ഇല്ലാതെ സ്പിരിറ്റ് ഗേറ്റ് കടക്കാൻ വന്നിട്ട് എന്ന് പറഞ്ഞത് കേട്ട് അവൻ നോക്കിയപ്പോൾ വളരെ ആജാനുബാഹുവായ ഒരു സോൾ റീപ്പറെ അവർ കാണുന്നു. അതേസമയം തന്നെ മതിലിന്റെ അപ്പുറത്തുണ്ടായിരുന്ന സോൾ റീപ്പേഴ്സ് റിയോക്ക അല്ലെങ്കിൽ കടന്നുകയറ്റക്കാർ അവിടേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ ഗേറ്റിന്റെ കാവൽക്കാരനായ ജിഡാംബോയെ കടന്ന് അവർക്ക് ഒരിക്കലും അകത്തേക്ക് വരാൻ കഴിയില്ല എന്നും അവർ പറയുന്നു. അതേസമയം തന്നെ ജിഡാംബോവും അയാളുടെ സംപത്ത് ഉപയോഗിച്ച് ഇച്ചിഗോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അയാളുടെ വലിപ്പം കണ്ട് അമ്പരന്ന് നിന്ന ബാക്കിയുള്ളവരോട് യൊറോയിച്ചി ജിഡാംബോയാണ് സോൾ സൊസൈറ്റിയിലെ തന്നെ വൺ ഓഫ് ദ പവർഫുൾ സോൾ റീപ്പർ. അതുകൊണ്ട് തന്നെയാണ് അയാളെ സ്പിരിറ്റ് ഗേറ്റ് ഗാർഡിയനായി നിയമിച്ചിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ 300 വർഷമായി ജിഡാംബോ തന്നെയാണ് ഈ ഗേറ്റിന്റെ ഗാർഡിയനായിട്ട് നിന്നത്. അതിനിടയിൽ ഒരാൾ പോലും അയാളെ കടന്നുപോയിട്ടില്ല. അപ്പോൾ അയാളെ തോൽപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് ചോദിച്ച ഇഷിതയോട് യൊറോയിച്ചി ജിഡാംബോ വളരെ പവർഫുൾ ആണ്. അതിനാൽ ബുദ്ധി ഉപയോഗിച്ച് മാത്രമേ അയാളെ തോൽപ്പിക്കാൻ കഴിയൂ. അതിനാൽ നമ്മൾ ഒരു സ്ട്രാറ്റജി കണ്ടുപിടിക്കണമെന്നും യൊറോയിച്ചി പറഞ്ഞെങ്കിലും ഒറ്റബുദ്ധിയായ സാധുവും ഒരുകിമയും നേരെ അയാളെ അറ്റാക്ക് ചെയ്യാനായി പോകുന്നു. യൊറോയിച്ചി അത് കണ്ട് അന്തം വിട്ടു നിന്ന് പോകുന്നു. എന്നാൽ അവർ വരുന്നത് കണ്ട ജിഡാംബോ തന്നെ സംപത്ത് ഉപയോഗിച്ച് നിലത്തേക്ക് അടിക്കുകയും അവിടുത്തെ പാറ ഇളകി അതൊരു മതിൽ പോലെ അവരുടെ ഇടയിൽ നിൽക്കുന്നു. ശേഷം ജിഡാംബോ അവരുടെ അപമര്യാദയെ ശകാരിച്ചുകൊണ്ട് പറയുന്നു, ഈ സ്ഥലത്തെ 1ാമത്തെ നിയമം പുറത്തു പോയിട്ട് വരുമ്പോൾ കൈ കഴുകണം. 2ാമത്തെ നിയമം നിലത്ത് വീണ ഭക്ഷണം കഴിക്കരുത്. 3ാമത്തേത് ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഒറ്റയ്ക്കായിരിക്കണം. അതിനാൽ തന്നെ ഇച്ചിഗോയുമായുള്ള ഫൈറ്റിന് ശേഷം താൻ അവരെ നേരിടാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് മാറുന്നു. എന്നാൽ സാധു രഹസ്യമായി അവിടെ നിന്ന് ഒരുഹിമയുമായി പദ്ധതി ഇട്ടപ്പോൾ ജിഡാംബോ വീണ്ടും അവരെ പിടിക്കുന്നു. അതേസമയം തന്നെ ഇച്ചിഗോ അവരെ ആ പാറയുടെ മതിലിന്റെ അപ്പുറത്ത് നിന്ന് വിളിക്കുന്നു. അങ്ങനെ അവർക്ക് ഇച്ചിഗോ സേഫ് ആണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ അവർ അവനെ സഹായിക്കാനായി റെഡിയായി നിന്നപ്പോൾ ഇച്ചിഗോ അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവരോട് മാറുവാൻ പറയുന്നു. എന്നാൽ ഇത് കേട്ട് അവർ രണ്ടും ഞെട്ടുന്നു. കൂടാതെ ഇഷിതയും അങ്ങോട്ടേക്ക് വന്ന് അതിന് താൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. കൂടാതെ സമയം പൊക്കൊണ്ടിരിക്കുന്നതിനാൽ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് ഇഷിത പറഞ്ഞെങ്കിലും ഇച്ചിഗോ അത് കാര്യമാക്കുന്നില്ല. അങ്ങനെ സാധു മുന്നോട്ടേക്ക് വന്ന് അവൻ അയാളെ ശരിക്കും തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇച്ചിഗോ ഉരകൻ അവന് നൽകിയ ട്രെയിനിങ്ങിനെ പറ്റി വിശദീകരിക്കുന്നു. 10 ദിവസം വേണ്ടിയിരുന്ന ആ ട്രെയിനിങ് ഇച്ചിഗോ വെറും 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ബാക്കി 5 ദിവസം അവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ച ഇഷിതയോട് ഇച്ചിഗോ ബാക്കിയുണ്ടായിരുന്ന 5 പകലും രാത്രിയും നിർത്താതെ ഞാനും ഉരകരെയും ഫൈറ്റ് ചെയ്യുകയായിരുന്നു എന്നവൻ പറയുന്നു. അപ്പോൾ ഫൈറ്റിന്റെ സീക്രട്സ് ഒക്കെയാണോ അവൻ പഠിച്ചതെന്ന് ചോദിച്ച ഇഷിതയെ തിരുത്തിക്കൊണ്ട് ഇച്ചിഗോ സ്റ്റാമിനയും ഗട്ട്സുമാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ പറയുന്നു. അങ്ങനെ ജിഡാംബോയും ഇച്ചിഗോയും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കുന്നു. ജിഡാംബോ അയാളുടെ സംപത്ത് വെച്ച് ശക്തിയായി അറ്റാക്ക് ചെയ്യുന്നു. ബാക്കി എല്ലാവരും അത് കണ്ട് പേടിച്ചെങ്കിലും ഇച്ചിഗോ അവൻ്റെ സംപത്ത് വെച്ച് ഈസിയായി അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ ഇച്ചിഗോയുടെ പവറിൽ ഇംപ്രസ്ഡ് ആയ ജിഡാംബോ പൊട്ടിച്ചിരിക്കുന്നു. ശേഷം പറയുന്നു, ഇത്രയും നാളും വെറും 3 പേർക്ക് മാത്രമേ എൻ്റെ ആദ്യത്തെ അറ്റാക്ക് തടയാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവർക്ക് എൻ്റെ 2ാമത്തെ അറ്റാക്ക് ഒരിക്കലും തടയാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ജിഡാംബോ പിന്നെയും ഇച്ചിഗോ അറ്റാക്ക് ചെയ്തെങ്കിലും അവൻ പിന്നെയും അത് ബ്ലോക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ഞെട്ടിയ ജിഡാംബോ വീണ്ടും തുടർച്ചയായി 10 തവണ ഇച്ചിഗോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു.
പക്ഷേ അയാൾക്ക് ഇച്ചുകയുടെ ദേഹത്തൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും അത് കണ്ട് ഞെട്ടുന്നു. അപ്പോൾ സാധുയ്ക്ക് കാര്യം മനസ്സിലാകുന്നു. എന്തെന്നാൽ ഇച്ചുകോ ട്രെയിൻ ചെയ്തത് ഫൈറ്റിംഗ് ടെക്നിക്സോ സ്റ്റാമിനയോ ഗട്ട്സോ ഒന്നുമല്ല. ഉരകര പറഞ്ഞതനുസരിച്ച് ഇച്ചുകോയ്ക്ക് ഒരു സാധാരണ സോൾ റീപ്പറേക്കാളും സ്പിരിച്വൽ എനർജി ഉണ്ട്. പക്ഷേ അതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കേണ്ടതെന്ന് അവൻ അറിയില്ല. അതിനാൽ തന്നെ എല്ലാ സ്കില്ല് കൊണ്ടും നിറഞ്ഞവനാണ് ഇച്ചുകോ. എന്നാൽ അവൻ ആകെയുള്ളൊരു വീക്ക്നെസ് അത് അവൻ്റെ റിയൽ ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. അതാണ് അവൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് സാധുയ്ക്ക് മനസ്സിലാകും. അങ്ങനെ ഫൈറ്റിനായി നിൽക്കുന്ന ഇച്ചുകോയെ നോക്കിക്കൊണ്ട് സാധു അവൻ ഇനിയും പവർഫുൾ ആകുമെന്നും എന്നാൽ അതേസമയം തന്നെ അത് ഭയാനകമായിരിക്കുമെന്നും പറയുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ജിഡാംബോ അയാളുടെ അവസാനത്തെ അൾട്ടിമേറ്റ് അറ്റാക്ക് പുറത്തെടുക്കാൻ തീരുമാനിക്കുന്നു. അതിനായി അയാൾ രണ്ടാമതൊരു ആക്സും പുറത്തെടുക്കുന്നു. അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് അയാൾ അവനെ അയാളുടെ സർവ്വശക്തിയും എടുത്ത് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അയാളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇച്ചുകോ അയാളുടെ 2 ആക്സും നശിപ്പിക്കുന്നു. അവിടെ മുഴുവൻ പൊട്ടിച്ചിതറുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെ ഒരിഹിമയുടെ ഷീൽഡ് വെച്ച് സംരക്ഷിക്കുന്നു. ജിഡാംബോ തെറിച്ച് മതിലിൽ ചെന്ന് വീഴുന്നു. എല്ലാവരും അത് കണ്ട് ഞെട്ടുന്നു. പക്ഷേ വീണ്ടും അറ്റാക്കിനായി ചെന്ന് ജിഡാംബോ അയാളുടെ ആക്സിലേക്ക് നോക്കിയപ്പോൾ അത് തകർന്നിരിക്കുന്നത് കണ്ട് അയാൾ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. അത്രയും വലിയൊരാൾ കരയുന്നത് കണ്ട് ഇച്ചുകോയ്ക്ക് വിഷമം വന്ന് അവൻ അയാളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അവസാനം കണ്ണൊക്കെ തുടച്ച് കരച്ചിലൊക്കെ മാറിയ ശേഷം ജിഡാംബോ തൻ്റെ 300 വർഷത്തിന് ശേഷമുള്ള തോൽവി ഇച്ചുകോയോട് സമ്മതിക്കുകയും പകരമായി ഇച്ചുകോയ്ക്ക് വേണ്ടി അയാൾ ഗേറ്റ് കടക്കാനുള്ള പെർമിഷൻ അവർക്ക് നൽകുന്നു. അങ്ങനെ അയാൾ ആ ഗേറ്റ് പിടിച്ചു പൊക്കി തുറക്കാൻ നോക്കുന്നു. അതൊരിക്കലും ഒരു ഈസി ടാസ്ക് അല്ലായിരുന്നു. അതിനാൽ അവരെല്ലാം അത് കണ്ട് ഞെട്ടുന്നു. എന്നാൽ ജിഡാംബോ എന്തോ കണ്ട് അനങ്ങാതെ നിൽക്കുന്ന കണ്ട് ഇച്ചുകോ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ജിഡാംബോ അതിനുള്ളിൽ നിന്ന് അയാളെ നോക്കുന്ന ഏതോ ഒരു സോൾ റീപ്പറെ കണ്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു. ഇച്ചുകോ അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ജിഡാംബോ അതാണ് സ്ക്വാഡ് 3യുടെ ക്യാപ്റ്റൻ ഗിൻ ഇച്ചിമാറു. അങ്ങനെ ഇച്ചിമാറു പെട്ടെന്ന് തന്നെ അയാളുടെ സമ്പത്ത് ഉപയോഗിച്ച് ജിഡാംബോയുടെ കൈ വെട്ടുന്നു. എങ്കിലും ജിഡാംബോ അയാളുടെ വലത് കൈ ഉപയോഗിച്ച് ആ ഗേറ്റ് താങ്ങി നിർത്താൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഇച്ചിമാറു സംസാരിക്കുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നീ ഒരു ഗേറ്റിന്റെ കാവൽക്കാരനാണെന്ന് കരുതി അതൊരിക്കലും തുറക്കാനുള്ള അധികാരം നിനക്കില്ല. അപ്പോഴേക്കും ഇത് കണ്ട് ഞെട്ടി യൊറോയിച്ചി പൂച്ച സ്ക്വാഡ് 3യുടെ ക്യാപ്റ്റൻ തന്നെ ഇതിനിടയിലേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. അയാൾക്കെതിരെ ഇവർക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനാൽ ഉടൻ തന്നെ ഇത് അവസാനിപ്പിക്കണമെന്ന് അയാൾ പറയുന്നു. അപ്പോൾ ജിഡാംബോ താൻ ഇവരോട് ഫൈറ്റിൽ തോറ്റുപോയി. അതിനാൽ ഇവർക്ക് വേണ്ടി ഈ ഗേറ്റ് തുറന്നു കൊടുക്കുക എന്നല്ലാതെ തനിക്ക് മറ്റൊന്നും മറിച്ച് ചെയ്യുവാൻ കഴിയില്ല എന്നയാൾ പറഞ്ഞത് കേട്ട് ഇച്ചിമാറു ഒരു ഗേറ്റ് കീപ്പർ തോറ്റുപോയാലും അയാൾക്ക് ഗേറ്റ് തുറന്നു കൊടുക്കാനുള്ള അധികാരമില്ല. അഥവാ അയാൾ തോറ്റാൽ അന്ന് അയാളുടെ മരണമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും ഇച്ചുകോ വന്ന് അയാളുമായി ഏറ്റുമുട്ടുന്നു. ശേഷം ജിഡാംബോയെ തൊട്ടാൽ താൻ അയാളെ വെറുതെ വിടില്ല എന്ന് അവൻ പറയുന്നു. എന്നാൽ യൊറോയിച്ചി അതേസമയം അവനോട് നിർത്തുവാനായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇച്ചുകോ യൊറോയിച്ചി പൂച്ചയുമായി തർക്കിച്ചുകൊണ്ടിരിക്കുകയും ഇച്ചുമാറുവിന് അവൻ ആരാണെന്ന് മനസ്സിലാകുന്നു. ശേഷം നീയല്ല ഇച്ചുകോ കുറുസാക്കി എന്ന് അവനോട് അയാൾ ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഇച്ചുകോ ഞെട്ടുന്നു. ശേഷം അയാൾ താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നു. ഇച്ചുകോയ്ക്ക് ഇത് കണ്ട് ഒന്നും മനസ്സിലാകാതെ തന്റെ പേരെങ്ങനെ അയാൾക്ക് മനസ്സിലായി എന്ന് അവൻ ചോദിച്ചപ്പോൾ അയാൾ ചിന്തിക്കാനുള്ള അവന്റെ ഈ ശേഷിക്കുറവ് കൊണ്ടും കൂടിയാണ് താൻ അവനെ അകത്തേക്ക് കയറ്റിവിടാത്തതെന്ന് ഇച്ചുമാറു കൂട്ടിച്ചേർക്കുന്നു. ശേഷം എന്തിനാണ് അത്രയും പുറകിൽ പോയി ആ ചെറിയ കത്തിയുമായി നിൽക്കുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ ഗിൻ ഇച്ചിമാറു ഇത് വെറും കത്തിയല്ല, ഇതാണ് എന്റെ സംപക്തു എന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് പൊസിഷൻ ചെയ്ത് ഇംപേൽ ഹിം ഷിൻസോ എന്ന കമാൻഡ് കൊടുത്തതും അത് ഇച്ചുകോയുടെ നേരെ വരുന്നു. എന്നാൽ ഇച്ചുകോ തന്നെ സോഡ് വെച്ച് തടയാൻ നോക്കിയെങ്കിലും അവൻ അതിന് കഴിയാതെ ഇച്ചുകോയും ജിഡാംബോയും തെറിച്ച് പുറത്തേക്ക് വീഴുന്നു. അങ്ങനെ ഇച്ചുമാറു അവർക്ക് ടാറ്റ് കൊടുത്തുകൊണ്ട് ആ ഗേറ്റ് അടയുന്നു. ഇച്ചുകോ അവൻ മൂലം ഇങ്ങനെ സംഭവിച്ചതിൽ അവരോട് ക്ഷമ ചോദിച്ചെങ്കിലും യൊറോയിച്ചിയും ഗിന്നിനോട് ഏറ്റുമുട്ടിയിട്ടും അവന്റെ ജീവൻ ഇപ്പോഴും ബാക്കിയുള്ളതിന്റെ ഭാഗ്യമെന്ന് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വന്നുകൂടുന്നു. ഇത് കണ്ട് ഇച്ചുകോ എനിമീസ് ആണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും യൊറോയിച്ചിയും ഇവർ സോൾ സൊസൈറ്റിയുടെ നിയമങ്ങൾക്കെതിരായി പ്രവേശിക്കുന്ന സോളുകളാണെന്നും ഇവർ റിയോക്ക എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നതെന്നും അയാൾ പറയുന്നു. ശേഷം ആ ആൾക്കൂട്ടത്തിൽ നിന്ന് അവരുടെ മൂപ്പൻ വന്ന് അവരെ താനാണ് ഈ റൂക്കോൺ ഡിസ്ട്രിക്റ്റിലെ മുതിർന്ന വ്യക്തിയെന്നും അവർ അപകടകാരികളല്ലെന്നും കൂടാതെ ജിഡാംബോയെ രക്ഷിച്ചതിൽ അവരോട് നന്ദിയും ഇവർ പറയുന്നു. കാരണം ബാക്കി എല്ലാ സോൾ റീപ്പേഴ്സും അവരെ ശത്രുക്കളെ പോലെ കാണുന്ന സമയത്ത് ജിഡാംബോ മാത്രമാണ് അവരോട് ദയ കാണിച്ചിരുന്നത്. കൂടാതെ ഇച്ചുക അയാൾക്ക് വേണ്ടി ഇച്ചുമാറുവിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടപ്പോഴാണ് നിങ്ങൾ നല്ല വ്യക്തികളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് അവർ പറയുന്നു. ശേഷം അയാളെ ചെക്ക് ചെയ്ത ശേഷം ഒരിഹിമെ തനിക്ക് അയാളെ ഹീൽ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. ശേഷം അവൾ തന്റെ ഷുൻഷുൻ റിക്കയുടെ സഹായം ഉപയോഗിച്ച് അയാളെ ഹീൽ ചെയ്യുന്നു. അതേസമയം ഒരു കുട്ടി ആളുകളുടെ ഇടയിൽ നിന്ന് മുമ്പിലേക്ക് വരുന്നു. സാധുവെ കണ്ടതും ആ കുട്ടി തന്നെ മനസ്സിലായോ എന്നൊക്കെ അവനോട് ചോദിക്കുന്നു. എന്നാൽ സാധുയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ആ കുട്ടി പണ്ട് അവൻ രക്ഷിച്ച ആ പാരക്കീറ്റിനകത്തുണ്ടായിരുന്ന യോയിച്ചി ഷിബാത്തയാണെന്ന് അവന് മനസ്സിലാകുന്നു. അങ്ങനെ സാധു അവനെ മരിക്കുന്നതിന് മുമ്പ് പ്രോമിസ് ചെയ്തിരുന്നത് പോലെ അവനെയും തോളിലിരുത്തിക്കൊണ്ട് നടക്കുന്നു. അങ്ങനെ പോകുന്ന വഴിയെ അവർ ഒരുപാട് സംസാരിക്കുന്നു. അവിടെ ഷിബാത്തയ്ക്ക് പുതിയൊരു ഫാമിലിയൊക്കെ കിട്ടിയിരുന്നു. ശേഷം ഷിബാത്ത അവന്റെ ഓൾഡർ ബ്രദറായ ഹിരോനരി ഹൊറീച്ചിയെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ ഇവരാരും അവന്റെ ശരിക്കുമുള്ള ബന്ധുക്കളല്ലായിരുന്നു. ശേഷം സാധു ഷിബാത്ത അവന്റെ യഥാർത്ഥ അമ്മയെ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ ബ്രദർ സോൾ സൊസൈറ്റിയിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും തികച്ചും അപരിചിതരാണെന്ന് വിശദീകരിക്കുന്നു. അപ്പോൾ ഷിബാത്ത തനിക്ക് തന്റെ അമ്മയെ കാണാൻ കഴിയില്ല എന്നോർത്ത് നിരാശപ്പെട്ടപ്പോൾ സാധു പിന്നെയും അവനെ തോളിരുത്തിക്കൊണ്ട് നടക്കുന്നു. അങ്ങനെ പോകുന്ന വഴിയെ ഷിബാത്ത
സാധു എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ തനിക്കും അതിനെപ്പറ്റി വ്യക്തമായി ധാരണയില്ലെന്ന് പറയുന്നു. കൂടാതെ അവൻ മേൽക്കൂരയിൽ ഇരുന്ന് സോൾ സൊസൈറ്റിയിലേക്ക് നോക്കുന്ന ഇച്ചിഗോയെ കണ്ടപ്പോൾ എത്ര ഉയരത്തിൽ നോക്കിയാലും അവൻ അതിൻ്റെ അപ്പുറം കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സാധു എങ്കിലും അവൻ നോക്കിക്കൊണ്ടേയിരിക്കും. കാരണം അങ്ങനത്തെ ഒരു പയ്യനാണ് ഇച്ചിഗോ. അവൻ ഒരിക്കലും പിൻവാങ്ങില്ല. അങ്ങനെ അവിടെ രാത്രിയാകുന്നു. ശേഷം അവിടെ ഒരു ബെഞ്ചിൽ അവർ രണ്ടും ഇരിക്കുന്നു. ശേഷം സാധു അവനോട് പറയുന്നു, ഞാൻ ഷിബാത്തയുടെ അതേ പ്രായമുള്ള സമയത്താണ് ഞാൻ മറ്റുള്ള കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തനായി തോന്നി തുടങ്ങിയത്. അതിനാൽ തനിക്ക് എന്തോ വലിയൊരു ശക്തി ഉണ്ടെന്നും അത് ഇതുവരെ തനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്നും അതിനുവേണ്ടി കൂടിയാണ് താൻ ഇവിടേക്ക് വന്നതെന്നും സാധു അവനോട് പറയുന്നു. ആയതിനാൽ ഷിബാത്തയും അതുപോലെ പിന്തിരിയാതെ തിരഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു നാൾ അവൻ അവൻ്റെ അമ്മയെ കാണുമെന്ന് സാധു അവനോട് പറയുന്നു. അങ്ങനെ ഷിബാത്ത അവൻ്റെ അമ്മയെ കണ്ടുപിടിക്കുമെന്ന് അയാൾക്ക് പ്രോമിസ് ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി അവിടെയുള്ള എൽഡറിന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആദ്യത്തെ പ്ലാൻ ഫെയിൽ ആയതിനെ തുടർന്ന് സോൾ സൊസൈറ്റിയിലെ സെക്യൂരിറ്റി ഇപ്പോൾ ടൈറ്റാക്കി കാണണം. അതിനാൽ ഇനി ഗേറ്റിലൂടെ അകത്തേക്ക് കടക്കാൻ കഴിയില്ലെന്ന് യൊറോയിച്ചി പറയുന്നു. അപ്പോൾ പകരം ഒരു പദ്ധതിയായി യൊറോയിച്ചി എൽഡറിനോട് കുക്കാക്കു ഷിബ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ അത് കേട്ടതും എൽഡർ ആകെ അസ്വസ്ഥനാകുന്നു. അതേസമയം തന്നെ ആരോ അവരുടെ അടുത്തേക്ക് വരുന്നതായും കാണിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരാൾ അവരുടെ ഇടയിലേക്ക് തെറിച്ചു വീഴുന്നു. അയാളായിരുന്നു ഗാഞ്ചു. എൽഡറിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അയാൾ. എന്നാൽ എൽഡർ ഗാഞ്ചുവിനെ കണ്ടതും അവനോട് എത്രയും വേഗം തിരിച്ചു പോകുവാൻ പറയുന്നു. എന്നാൽ അയാളുടെ ഈ പരിഭവം കണ്ട് ഗാഞ്ചു വന്നിരിക്കുന്ന അതിഥികളെ ഒന്ന് നോക്കിയപ്പോൾ സോൾ റീപ്പറായ ഇച്ചിഗോയെ കണ്ട് അയാൾ ഒന്ന് ഞെട്ടുന്നു. എന്നാൽ ഇച്ചിഗോ അയാൾ ഓടിച്ചു വന്നത് ഒരു കാട്ടുപന്നിയുടെ പുറത്താണെന്ന് കണ്ട് അത്ഭുതപ്പെടുന്നു. എന്നാൽ ഗാഞ്ചു ഇച്ചിഗോയെ നോക്കി ഈ വൃത്തികെട്ട സോൾ റീപ്പേഴ്സ് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇച്ചിഗോ അയാൾ ഇടിക്കുന്നു. അങ്ങനെ അത് വലിയൊരു ഫൈറ്റിന് വഴിയൊരുക്കുന്നു. എന്നാൽ ഇഷിത ഇയാൾ ആരാണെന്ന് എൽഡറിനോട് ചോദിച്ചപ്പോൾ ഗാഞ്ചു തന്നെ അവനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ അയാൾ റൂക്കോൺ ഡിസ്ട്രിക്റ്റിലെ തന്നെ സ്വയം പ്രഖ്യാപിത സോൾ റീപ്പർ വിരോധിയാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവരെല്ലാം ഞെട്ടുന്നു. ശേഷം അവരുടെ ഫൈറ്റ് പുരോഗമിക്കുന്നു. അതേസമയം ഗാഞ്ചുവിന്റെ ഒപ്പം വന്ന ആളുകളും പന്നികളുടെ പുറത്താണെന്ന് കണ്ട് അവർ അമ്പരക്കുന്നു. യൊറോയിച്ചി പൂച്ച അവരെ തിരുത്താൻ നോക്കിയെങ്കിലും ഇച്ചുവോ അയാളുമായി ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ഗാഞ്ചു തന്റെ കയ്യിൽ നിന്ന് കത്തിയെടുത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാധു ഇച്ചുവോയ്ക്ക് അവന്റെ സംപക്തു എറിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അയാളുടെ അറ്റാക്ക് അവൻ തടഞ്ഞെങ്കിലും അയാളുടെ ട്രിക്ക് വെച്ച് ഇച്ചുവോയുടെ സംപത്തു മണ്ണിലടിയിലേക്ക് താഴ്ത്തുന്നു. എങ്കിലും ഇച്ചുവോ പിടിച്ചു നിൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഗാഞ്ചുവിന്റെ കൂട്ടത്തിലുള്ള ഒരാളുടെ പുറകിലിരുന്ന ക്ലോക്കിൽ നിന്ന് 3 മണിയുടെ ബെല്ലടിക്കുകയും ശേഷം അയാൾ ഫൈറ്റ് നിർത്തി അവരെല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു. എന്നാൽ ഇച്ചുഗോയ്ക്ക് ഇത് കണ്ട് ആകെ വട്ടാകുന്നു. അങ്ങനെ പിറ്റേന്ന് എല്ലാവരും യൊറോയിച്ചി പറഞ്ഞ കുക്കാക്കു ഷിബയെ കാണാൻ പോകാനായി തയ്യാറെടുക്കുന്നു. അതേസമയം ഇച്ചുഗോ വരാൻ കൂട്ടാക്കുന്നില്ല. ഇത് കേട്ട് അവരെല്ലാം ഞെട്ടുന്നു. ശേഷം കാരണം ചോദിച്ചപ്പോൾ ഇച്ചുഗോ താൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ ആ ഗാഞ്ചു വിചാരിക്കും ഞാൻ അവനെ ഓർത്ത് പേടിച്ചു പോയതായിരിക്കുമെന്ന് എന്ന് പറഞ്ഞത് കേട്ട് ഇഷിത ഞെട്ടുന്നു. അവൻ ഇച്ചുഗോയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല. അവസാനം ഇഷിത അവനെ വലിച്ചഴിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. എങ്കിലും അവൻ വിടുന്നില്ല. അവസാനം യൊറോയിച്ചി വന്ന ഇച്ചുഗോയുടെ മുഖത്തേക്ക് അയാളുടെ നഖം കൊണ്ട് മാന്തുന്നു. അങ്ങനെ മുഖം മുറിഞ്ഞ അവിടെ നിലത്ത് കിടക്കുന്ന ഇച്ചുഗോയെ നോക്കിക്കൊണ്ട് യൊറോയിച്ചി പറയുന്നു, റുക്കിയുടെ ജീവൻ ഇപ്പോൾ നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതിനിടയിൽ ഈ കോമാളിത്തരങ്ങൾ ചെയ്ത് സമയം കളയാതെ എത്രയും വേഗം നമുക്ക് അയാളെ രക്ഷിക്കണം. ഇത് നിനക്ക് മനസ്സിലായെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വരണം. അതേസമയം തന്നെ ജയിലിനുള്ളിൽ ഇരിക്കുന്ന റുക്കിയുടെ അടുത്തേക്ക് റെഞ്ചി എത്തുന്നു. അവളുടെ എക്സിക്യൂഷൻ ഇനി 14 ദിവസത്തിനുള്ളിൽ നടക്കുമെന്നും ഒപ്പം അവളെ ആ സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് മാറ്റുവാൻ വേണ്ടി കൂടിയാണ് താൻ വന്നിരിക്കുന്നതെന്നും റെഞ്ചി പറയുന്നു. അതേസമയം അവർ കുക്കാക്കു ഷിബയുടെ വീട് അന്വേഷിച്ച് നടക്കുന്നു. ഇച്ചുഗോയും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അവർ എൽഡർ നിന്ന് മാപ്പ് നോക്കി വന്നിട്ടും കുക്കാക്കു ഷിബയുടെ വീട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരിക്കലുമേ കുക്കാക്കു അവരുടെ ഐഡന്റിറ്റി സീക്രട്ടായി വെക്കുന്നതിനാലാണ് അവർക്ക് അവരുടെ വീട് കണ്ടുപിടിക്കാൻ വൈകുന്നതെന്ന് പറഞ്ഞപ്പോൾ യൊറോയിച്ചി അതിനെ തിരുത്തുന്നു. കുക്കാക്കു ഷിബ അങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അയാൾ അവർക്ക് ആ കുക്കാക്കു ഷിബയുടെ വീട് കാണിച്ചു കൊടുക്കുന്നു. അവർ നോക്കിയപ്പോൾ വലിയൊരു വീടും അതിന് ഇരുവശത്തും 2 വലിയ കൈയും അതിനിടയ്ക്കായി കുക്കാക്കു ഷിബ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതും അവർ കാണുന്നു. ഇത് കണ്ട് അവർ ആകെ അന്തം വിട്ടു പോകുന്നു. അപ്പോൾ യൊറോയിച്ചി കുക്കാക്കു ഷിബയുടെ വീട് നമ്മൾ ഒന്ന് കണ്ടാൽ പിന്നെ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നു. ശേഷം അവർ അതിനകത്തേക്ക് പോകാൻ തയ്യാറാകുന്നു. എന്നാൽ ഇഷിത പോകുന്ന വഴി ആ വീട്ടിൽ അത്രയും ഉയരത്തിൽ വെച്ചിരിക്കുന്ന ചിമ്മിനി കണ്ട് ആശ്ചര്യപ്പെടുന്നു. കൂടാതെ അതിന്റെ മുകൾ ഭാഗം അടച്ചിരിക്കുന്നതായും അവൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവർ അടുത്തെത്തിയപ്പോൾ ആ 2 കൈയുടെ മുകളിൽ നിന്നും 2 പേർ ചാടി വന്ന് അവരെ തടയുന്നു. എന്നാൽ യൊറോയിച്ചി കണ്ടതും അവർ കുഴപ്പക്കാരല്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവരിൽ ഒരാൾ അവരെ കുക്കാക്കു ഷിബയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുക്കാക്കു ഷിബ ഒരു പെണ്ണായിരുന്നു എന്ന്. അവരെല്ലാം അത് കണ്ട് വീണ്ടും ഞെട്ടുന്നു. ശേഷം യൊറോയിച്ചിയെ കുറെ നാളായാലോ കണ്ടിട്ട് എന്ന് കുക്കാക്കു ചോദിക്കുന്നു. അപ്പോൾ യൊറോയിച്ചി തങ്ങൾക്ക് അവളുടെ ഒരു സഹായം വേണമെന്ന് പറയുന്നു. അപ്പോൾ കുക്കാക്കു അത് വളരെ അപകടം പിടിച്ചതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതേ എന്ന് യൊറോയിച്ചിയുടെ മറുപടി കേട്ടപ്പോൾ കുക്കാക്കു എങ്കിൽ താൻ റെഡിയാണെന്ന് മറുപടി പറയുന്നു. അതേസമയം റുക്കിയയെ പുതിയ തടവറയിലേക്ക് വളരെ സുരക്ഷയോടെ കൊണ്ടുപോകുന്നു. അങ്ങനെ അതിനകത്തേക്ക് പ്രവേശിച്ച ശേഷം റെഞ്ചി അവളോട് ആ ജനാലയ്ക്കുള്ളിലൂടെ കാണുന്നതാണ് റുക്കിയെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഉപകരണമായ സൊക്യോക്കു.
കൂടാതെ അവരുടെ ഒപ്പം വന്ന കീഡോ കോപ്സിൽ ഒരാൾ. അങ്ങനെ ആ ജനാലയിലൂടെ സോക്യുക്കുവിനെ നോക്കിക്കൊണ്ട് താൻ ചെയ്ത പാപങ്ങൾക്ക് പശ്ചാത്തപിക്കാൻ വേണ്ടിയാണ് അവളെ ഈ തടവറയിലേക്ക് കൊണ്ടുവന്നതെന്നും അതുകൊണ്ടാണ് ഇത് പശ്ചാത്താപത്തിന്റെ തടവറ എന്ന് വിളിക്കുന്നതെന്നും പറയുന്നു. അപ്പോഴും റുക്കിയുടെ മുഖത്ത് മുഴുവൻ നിരാശ മാത്രമായിരുന്നു. ശേഷം അവർ തിരിച്ചു പോകാൻ നേരം റെഞ്ചി റുക്കിയുടെ ഈ നിൽപ്പ് കണ്ട് ആളുടെ അടുത്തേക്ക് ചെന്ന് രഹസ്യമായി പറയുന്നു, ഇന്നലെ സോൾ സൊസൈറ്റിയിൽ കുറച്ചുപേർ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയിരുന്നു. അതിൽ ഓറഞ്ച് കളർ മുടിയുള്ള ഒരു സോൾ റീപ്പറും അയാളുടെ കയ്യിൽ വലിയൊരു സോഡും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോഴേക്കും റുക്കിയ ഞെട്ടുന്നു. ശേഷം കുക്കാക്കുവിനോട് അവർ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. അപ്പോൾ കുക്കാക്കു, മിസ്റ്റർ ഉരകര വരെ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമായതിനാൽ തനിക്ക് വേണമെങ്കിൽ പോലും ഇത് നിരസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഓപ്പറേഷന്റെ മേൽനോട്ടം വഹിക്കാനായി കുക്കാക്കുവിന്റെ കുഞ്ഞനിയനായ അവരുടെ സഹായിയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അങ്ങനെ അയാൾ അകത്തേക്ക് വന്നതും എല്ലാവരും ഞെട്ടുന്നു. കാരണം അയാൾ തന്നെയായിരുന്നു അവർ തലേന്ന് കണ്ട ഗാജു എന്ന വ്യക്തി. അങ്ങനെ ഇച്ചിഗോയും ഗാജുവും പരസ്പരം നോക്കി അലർന്നു. അതേസമയം റുക്കിയുടെ അടുത്ത് നിന്ന് പോകുന്ന വഴി റെഞ്ചി ഇത്രയും നാളും കടുത്ത നിരാശയിലൂടെ ഇരുന്ന അവൾ ഒന്ന് ജീവൻ വെച്ചത് അവരുടെ കാര്യം പറഞ്ഞപ്പോഴാണെന്ന് കണ്ട് അയാൾ ആശ്ചര്യപ്പെടുന്നു. എന്നാൽ അവരെ നേരിടാൻ ചെന്നത് ക്യാപ്റ്റൻ ഇച്ചിമാറു ആയതിനാൽ അവരിപ്പോഴേക്കും മരിച്ചു കാണുമെന്നും റെഞ്ചി വിശ്വസിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അയാളെ മറ്റൊരിടത്തു നിന്ന് ഒരാൾ വിളിക്കുന്നു. അത് 5th ഡിവിഷൻ ക്യാപ്റ്റൻ ഐസൻ സോസ്കി ആയിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ഐസൻ റെഞ്ചിയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നു. എന്നാൽ റെഞ്ചി തന്നെ വിളിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഐസൻ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നു. റുക്കിയുടെ റെഞ്ചിക്ക് ഇപ്പോഴും അടുപ്പമുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു. റെഞ്ചി ഇത് കേട്ടൊന്ന് ഞെട്ടിയെങ്കിലും അവർ കുട്ടിക്കാലത്ത് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന കാര്യം അയാൾക്കറിയാമായിരുന്നു. റെഞ്ചിയും അത് അംഗീകരിക്കുന്നു. ശേഷം ഐസൻ റുക്കി ശരിക്കും മരണം അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് റെഞ്ചിയെ വീണ്ടും ചുറ്റിക്കുന്നു. അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായിരുന്നില്ല. കാരണമായി ഐസൻ അവളുടെ വധശിക്ഷയ്ക്കുള്ള കാരണങ്ങൾ വളരെ വിചിത്രമായാണ് തനിക്ക് തോന്നിയതെന്ന് അയാൾ പറയുന്നു. എന്തെന്നാൽ റുക്കിയ ചെയ്തത് മാരക കുറ്റകൃത്യങ്ങളാണെങ്കിൽ കൂടിയും ഇതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് തനിക്ക് വിചിത്രമായി തോന്നുന്നതെന്നും ഐസൻ പറയുന്നു. കാരണം റുക്കിയെ തിരികെ കൊണ്ടുവരാനായി ഉത്തരവിടുന്നു. അവളുടെ വിചാരണക്കാലം 25 ദിവസമായി ചുരുക്കുന്നു. പോരാത്തതിന് ഒരു ക്യാപ്റ്റൻ പോലും അല്ലാത്ത ഒരാളെ സോക്യുക്ക് ഉപയോഗിച്ച് കൊല്ലുന്നു. ഇതെല്ലാം ഏതോ ഒരാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെയാണ് തനിക്ക് തോന്നുന്നതെന്ന് ഐസൻ പറഞ്ഞപ്പോൾ റെഞ്ചി ഇതെല്ലാം കേട്ട് ഞെട്ടുന്നു. എന്നാൽ ഇച്ചിമാറു ഇവർ പറയുന്നതെല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് എല്ലാ ക്യാപ്റ്റന്മാരെയും ഒരു അർജന്റ് മീറ്റിംഗ് വിളിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് വരുന്നു. അതേസമയം മറ്റൊരിടത്ത് അതിഗംഭീരമായി ഫൈറ്റ് നടക്കുകയായിരുന്നു. കുക്കാക്കു ആദ്യമൊക്കെ ക്ഷമിച്ചു വിട്ടെങ്കിലും അവരുടെ പൈപ്പ് അവർ ചവിട്ടി ഓടിച്ചത് കണ്ടപ്പോൾ കുക്കാക്കു ശുഭ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ അവരുടെ വീട് മൊത്തം നശിക്കുന്നു. അപ്പോഴാണ് സാധോയ്ക്ക് ഇവർ എന്തുകൊണ്ടാണ് സ്ഥലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായത്. അങ്ങനെ ഇച്ചിഗോയ്ക്ക് അനിയനും ചേച്ചിയും എല്ലാം അരപ്പിരി ലൂസാണെന്ന് മനസ്സിലാകുന്നു. ശേഷം ഇച്ചിയുടെ അടുത്തേക്ക് വന്ന ശേഷം കുക്കാക്കു പറയുന്നു, ഇതെന്റെ വീടാണ്, ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാം. അപ്പോൾ ഇച്ചിഗോ അതിനോടൊന്നും എതിർത്ത് പറയാതെ മിണ്ടാതെ അടങ്ങി അവിടെ നിൽക്കുന്നു. അങ്ങനെ ദേഷ്യം മാറി കുക്കാക്കു ശിബ അവരെയും കൂട്ടിക്കൊണ്ട് മറ്റൊരിടത്തേക്ക് പോകുന്നു. അങ്ങനെ സ്ഥലത്തെത്തി അവർ വളരെ ഹൈറ്റുള്ള ഒരു ഗോപുരം കണ്ട് ആശ്ചര്യപ്പെടുന്നു. അപ്പോൾ കുക്കാക്കു ഇതിലൂടെ ആകാശത്തേക്ക് പറത്തി ഞാൻ നിങ്ങളെ സോൾ സൊസൈറ്റിയിൽ എത്തിക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട് അവരെല്ലാം ഞെട്ടുന്നു. ശേഷം അവർ തന്റെ പേര് കുക്കാക്കു ശിബ എന്നല്ലെന്നും താനാണ് റൂക്കോൺ ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും വലിയ ഫയർ വർക്ക് എക്സ്പേർട്ട് എന്നും പറഞ്ഞുകൊണ്ട് പാർട്ട് 1 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമന്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയുടെ വരെ അതുവരെയും